ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 1, ശ്ലോക 9. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദഹത്വം വിശേഷാത് ഐശ്വര്യാദാത് ഈശദേ അന്യേ ജഗതി പരജനേ സ്വാത്മനഃ അപി ഈശ്വരഹത്വം. त्वयि उच्चैः आरमन्ति प्रतिपदमधुरे चेतनाः स्वीदभाग्याः. त्वं च आत्मराम एव इति अतुलगुणगणाधार शौरे नमस्ते. കാരുണ്യാത്, ദയ ഹേതു ആയിട്ടുള്ളത്, ദയക്ക് കാരണമായിട്ടുള്ളത്. കാമം, അഭിഷ്ടം, ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അന്യം, മറ്റേത്. ദദതി, വല്ലതുമായിട്ട്. ഖലു, കൊടുക്കുന്നു. പരേ, അന്യദേവന്മാർ. സ്വാത്, സ്വന്തമായിട്ട്. ത്വം, ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ. വിശേഷാത്, വിശേഷപ്പെട്ട. ഐശ്വര്യാത്, ഈശ്വരന്റെ ഭാവം, ഐശ്വര്യ സമൃദ്ധി. ഈശദേ, അധീനത്വം. അന്യേ, മറ്റുള്ള ദേവന്മാർ. ജഗതി, ജനങ്ങൾക്ക്, ജഗത്തിലുള്ളവർക്ക്. പരജനേ, മറ്റുള്ള ജനങ്ങൾക്ക്. സ്വാത് മനഃ, സ്വാത് എന്ന് പറഞ്ഞാൽ സ്വന്തം, മനഃ മനസ്സോട് കൂടിയത്. അപി, എപ്പോഴും. ഈശ്വരഃ, ഈശ്വരത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. ത്വം, ഭഗവാനാൽ. ത്വൈ, ഭഗവാൻ ശ്രീകൃഷ്ണനിൽ. ഉച്ചൈഹി, ഏറ്റവും ഉച്ചത്തിലുള്ളത്, ഏറ്റവും അധികമായിട്ടുള്ളത്. ആരമന്തി, ആനന്ദിച്ചു രസിച്ചു സന്തോഷിച്ചിരിക്കുന്നത്. പ്രതിപദം, ഭഗവാന്റെ ഓരോ പദത്തിലും രൂപത്തിലും അവതാരത്തിലും. മധുരേ, മാധുര്യം കണ്ടെത്തുന്നത്. ചേതനാഹ, മനസ്സുള്ള ഭക്തന്മാർ. സ്വീതഭാഗ്യാഹ, അറിഞ്ഞു പ്രവർത്തിച്ച് ഭാഗ്യം ചെയ്തിട്ടുള്ളവർ. ത്വം, ഭഗവാനിൽ. ച, അങ്ങനെ. ആത്മാരാമ, സ്വന്തമായ രസിക്കുന്ന രീതിയിലുള്ളത്. ഏവ, എല്ലാ വിധത്തിലും. ഇതി, ഇങ്ങനെ. അതുല, ഉപമിക്കാൻ സാധിക്കാത്തത്. ഗുണഗണ, ഒരുപാട് ഗുണങ്ങളോട് കൂടിയത്. ധാര, ധരിച്ചവൻ. ശൗരേ, ശ്രേഷ്ഠൻ. നമസ്തേ, നമിക്കുന്നു. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മധസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാ സ്वीदभाग्याः. त्वं चात्मा राम एवेत्यतुलगुणगणाधार शौरे नमस्ते. ദയയ്ക്ക് കാരണമായിട്ടുള്ള, മനസ്സിന് അഭിഷ്ടവും സന്തോഷവും നൽകുന്നതായിട്ടുള്ള മറ്റ് ദേവന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അന്യദേവന്മാരെ അതിനു മാത്രം കഴിവുണ്ട്. എന്നാൽ ഭഗവാനാകുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ സ്വന്തം, അതായത് അഹം അല്ലെങ്കിൽ ആത്മാവിൽ തന്നെ ഭഗവാൻ കുടിയിരിക്കുന്നു. അത്രയ്ക്കും വിശേഷപ്പെട്ട ഭഗവാന്റെ ആ ഭാവം, ആ അധീനതയിലുള്ള മറ്റു ദേവന്മാരിൽ കാണുന്നില്ല. ലോകത്തിലെ ജനങ്ങൾക്ക് സ്വന്തം മനസ്സിൽ എപ്പോഴും ഈശ്വരനിൽ മാത്രം അർപ്പിച്ച് കഴിയുന്നവർക്ക് മാത്രം തിരിച്ചറിയാവുന്ന ആ ഒരു ജ്ഞാനം, ഭഗവാൻ നമ്മുടെ സ്വന്തം ആത്മ ചൈതന്യത്തിൽ വസിക്കുന്നു എന്ന് അതിനെ ആനന്ദിച്ച് രസിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠന്മാരാണ് ഗുരുവായൂരിലുള്ള ആ മഹത്തായ വിഗ്രഹത്തെ കണ്ട് രസിക്കുന്നത്.
ആ ഭഗവാന്റെ രൂപം മാധുര്യമുള്ളതും മനസ്സിൽ അധികം ആനന്ദവും നൽകുന്നു. അങ്ങനെയുള്ള ഭക്തന്മാർ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നു. അവർ ഭാഗ്യം ചെയ്തവരാകുന്നു. അങ്ങനെ ഭഗവാനെ സ്വന്തമായി രസിക്കുന്നു. എല്ലാ വിധത്തിലും ഇങ്ങനെ ഉപമിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള അത്രയും മാഹാത്മ്യം ആ ഗുരുവായൂരിൽ ഉള്ള ആ വിഗ്രഹത്തിന് ഉണ്ട്. അങ്ങനെ ശ്രേഷ്ഠമായ ആ വിഗ്രഹത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. ഇങ്ങനെയാണ് ഭഗവാന്റെ സ്വരൂപവും ആ മാഹാത്മ്യവുമുള്ള ആ ഗുരുവായൂരിലുള്ള ആ വിഗ്രഹത്തെ കുറിച്ച് പറയുന്നത്. താങ്ക് യു.